ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മത്തങ്ങ കൊണ്ടുള്ള ഒരു പുളിങ്കറിയാണ്. അതിനുവേണ്ടി നമ്മൾ മത്തങ്ങ എല്ലാം ഇവിടെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർക്കുന്നത് കൊച്ചുള്ളിയാണ്. സവാള ചേർത്താൽ അത്രയും ടേസ്റ്റ് ആവത്തില്ല, അതുകൊണ്ട് നമ്മൾ കൊച്ചുള്ളിയാണ് ഇതിന് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ബൗൾ കൊച്ചുള്ളി ചേർത്ത് കൊടുത്തു. 4 പച്ചമുളക് കീറിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ഒരു ബൗൾ പുളി പിഴിഞ്ഞതാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് മത്തങ്ങ വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. മത്തങ്ങയൊക്കെ ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കുള്ള ഒരു മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മത്തങ്ങക്കറിയുടെ വെള്ളമൊക്കെ വറ്റി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം വേണം. ഇനി നമുക്കിതിലേക്ക് കടുക് താളിക്കാം. കടുക് താളിക്കാനായി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.